അധ്യായം 36. സിദ്ധാർത്ഥിന്റെ സ്നേഹം. സിദ്ധാർത്ഥ് നീലിമയുടെ കണ്ണുകളിൽ തന്നെ നോക്കി. അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട് നീലിമ വല്ലാതെയായി. അവൾക്ക് അവന്റെ അടുത്തു നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു. ഒടുവിൽ സിദ്ധാർത്ഥിനെ നോക്കി നീലിമ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട സിദ്ധാർത്ഥ് ഉടനെ അവളിൽ നിന്ന് മാറി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കും? നൂഡിൽസ് എല്ലാം തറയിൽ പോയില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ടപ്പോഴാണ് കിച്ചണിൽ ആകെ ഉണ്ടായിരുന്ന നൂഡിൽസ് പാക്കറ്റും തീർന്നു പോയെന്ന് നീലിമ ഓർക്കുന്നത്. ഷേടാ, ശരിയാണല്ലോ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. നീ അവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. സിദ്ധാർത്ഥ് ഉടനെ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. നീലിമ അത് കണ്ട് കൗതുകത്തോടെ അവനെ നോക്കി. ഇയാളിനി എനിക്കങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പോകുകയാണോ? അതിന് ഇയാൾക്ക് കുക്കിംഗ് അറിയാമായിരിക്കോ? എന്തെങ്കിലും കാണിക്കട്ടെ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് നേരെ പുറത്തേക്ക് പോകുന്നതാണ് അവൾ കണ്ടത്. അവൻ എങ്ങോട്ടാണ് ഈ രാത്രി പോകുന്നതെന്ന് അറിയാതെ നീലിമ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് തന്നെ നോക്കി. സിദ്ധാർത്ഥ് മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം കാറിൽ കയറി ദൂരേക്ക് ഓടിച്ചുപോയി. ഇയാളെന്താ നൂഡിൽസ് വാങ്ങിക്കൊണ്ടുവരാൻ പോയതാണ് ഈ നേരത്ത്? നീലിമ മനസ്സിൽ പറഞ്ഞു. അവൾ അവിടെ നിന്നും നേരെ ഹാളിൽ ചെന്നിരുന്ന് മാഗസിൻ എടുത്ത് വായിക്കാൻ ആരംഭിച്ചു. എപ്പോഴോ അവൾ സോഫയിൽ തന്നെ ഇരുന്നുറങ്ങിപ്പോയി. സിദ്ധാർത്ഥിന്റെ കാർ തിരികെ വരുന്ന ശബ്ദം കേട്ടപ്പോഴാണ് നീലിമ ഉണരുന്നത്. അവൾ മുകളിലെ ഹാളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നു. സിദ്ധാർത്ഥ് അപ്പോൾ കയ്യിലൊരു പൊതിയുമായി അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നീലിമ അവനെ തന്നെ നോക്കി. അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ഒന്നും പറയാതെ നേരെ കിച്ചണിലേക്ക് പോയി. എന്നിട്ട് അവൻ കൊണ്ടുവന്ന പൊതി അഴിച്ച് പാത്രത്തിലേക്ക് മാറ്റി. അവൻ എന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ നീലിമ ഇതെല്ലാം കണ്ടു നിന്നു. സിദ്ധാർത്ഥ് ഇടയ്ക്ക് അവിടെ നിന്ന് നോക്കി. അന്തം വിട്ട് നിൽക്കുന്ന നീലിമയെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. അവൻ അവളോട് ഒന്നും പറയാൻ നിൽക്കാതെ 2 പാത്രങ്ങളിൽ ഫുഡുമായി വന്നു. അവൻ തനിക്ക് ഫുഡ് വാങ്ങാനാണ് പുറത്തേക്ക് പോയതെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി. സിദ്ധാർത്ഥ് ഒരു പ്ലേറ്റ് നീലിമയ്ക്ക് നേരെ നീട്ടി. അതിൽ തട്ടുദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. നീലിമയ്ക്ക് വിശന്ന് ചാവാറായ അവസ്ഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ കിട്ടിയപ്പോൾ എന്താ പറയേണ്ടതെന്ന അവസ്ഥയായിരുന്നു. അവൾ ഉടനെ സിദ്ധാർത്ഥിന് നേരെ നോക്കി. ഇത് വാങ്ങാനാണോ പോയത്? നീലിമ ചോദിച്ചു. അതെ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, വേഗം കഴിക്കാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ദോശ കഴിക്കാനിരുന്നു. അവൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കി സിദ്ധാർത്ഥ് അവൾക്കരികിലിരുന്നു. ഇങ്ങനെ രാത്രി ആഹാരം വാങ്ങിക്കൊണ്ട് വരുന്ന പരിപാടിയൊന്നും സിദ്ധാർത്ഥിന് പരിചയമുള്ളതല്ല. പക്ഷെ നീലിമയ്ക്ക് വിശക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഏറെ വൈകിയിരുന്നതിനാൽ ടൗണ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അവസാനമാണ് അവനൊരു തട്ടുകട കണ്ടെത്തിയത്. അതവനും പുതിയൊരു അനുഭവമായി തോന്നിയിരുന്നു. നീലിമ കഴിച്ചു തീരും വരെ സിദ്ധാർത്ഥ് അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അവൻ കഴിക്കാനെടുത്ത ദോശ പോലും കഴിക്കാൻ മറന്നുപോയി. ഒടുവിൽ നീലിമ എഴുന്നേറ്റു. സിദ്ധാർത്ഥ്, എന്തായാലും താങ്ക്സ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഫുഡ് വാങ്ങിക്കൊണ്ടു വന്നല്ലോ, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഓ പിന്നെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഫുഡ് വാങ്ങാൻ പോയത്. എന്റെ വീട്ടിൽ താമസിക്കുന്ന അതിഥിയല്ലേ താൻ. അപ്പൊ തനിക്ക് വിശക്കുന്നു പറഞ്ഞാ എനിക്ക് മോശമല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ, നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് പ്ലേറ്റുമായി അകത്തേക്ക് പോയി. സിദ്ധാർത്ഥ് അവൾ മുഖം വീർപ്പിച്ച് കയറിപ്പോകുന്നതും നോക്കി ചിരിയോടെ നിന്നു. നീലിമ തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആരോ ആയി മാറുന്നുണ്ടോ എന്നവന് ആലോചിച്ചു. അവളോട് അതേക്കുറിച്ച് സംസാരിക്കാൻ പക്ഷെ അവന്റെ ഗൗരവം അനുവദിച്ചില്ല. രാവിലെ അശ്വിനെ സ്കൂളിലേക്ക് വിടാൻ ഒരുക്കുകയായിരുന്നു നീലിമ. അവൾ കുഞ്ഞിന്റെ മുഖത്ത് പൗഡർ ഇട്ട് കൊടുത്തു. സാധാരണയായി അശ്വിൻ സ്വന്തമായിട്ട് റെഡിയായിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മല്ലിക മുത്തശ്ശി അവൻ ഒരുക്കിക്കൊണ്ട് വരാറാണ് പതിവ്. നീലിമയ്ക്ക് ജോലി തിരക്ക് കാരണം ഒന്നിനും സമയം കിട്ടാറുമില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം അശ്വിനെ ഒരുക്കാൻ നീലിമയ്ക്ക് ഇന്നാണ് തോന്നുന്നത്. അതിലവൾക്ക് അല്പം കുറ്റബോധം തോന്നി. എന്ത് ജോലി തിരക്കാണെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ കാര്യങ്ങൾ താൻ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. അവൻ അച്ഛനില്ലാത്ത കുഞ്ഞാണ്. അമ്മയെയും ഒരുപാട് മിസ് ചെയ്തു കാണും. അശ്വിനൊന്നും പറയാതെ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നീലിമ അവനെ നോക്കി പറഞ്ഞു, അച്ഛോ, ഇനി മുതൽ നിന്നെ ഞാൻ തന്നെ ഒരുക്കി സ്കൂളിൽ വിടാട്ടോ. മോനെ, ഇനിയൊരു പ്രശ്നവും വരാതെ അമ്മിനെ നോക്കിക്കോളാം. നീലിമ അവനെ പറയുന്നത് കേട്ട് അശ്വിൻ വീണ്ടും അവളെ നോക്കി. അമ്മയ്ക്ക് മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് ആ കുഞ്ഞിന് മനസ്സിലായിരുന്നു. അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ, അച്ചു അവളുടെ കവിൽ തൊട്ട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അശ്വിൻ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ നീലിമ എത്രയും കാലം ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്ന് പോലും അവൾക്കറിയില്ല. അവന് വേണ്ടി മാത്രമാണ് നീലിമ ജീവിച്ചത്. തന്റെ കുഞ്ഞ് തന്നെ നന്നായി മനസ്സിലാക്കാറുണ്ട്. ഇപ്പോഴും എപ്പോഴും അവനത് തന്നെയാണ് ചെയ്യുന്നത്. നീലിമയ്ക്ക് അശ്വിനോട് ഭയങ്കര ബഹുമാനം തോന്നി. ഈ വയസ്സിലും അവൻ എന്തുമാത്രം പക്വതയോടെയാണ് ഓരോ കാര്യവും പറയുന്നതെന്ന് അവൾ വീണ്ടും ചിന്തിച്ചു. അശ്വിനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഹാളിലേക്ക് വന്നു. ഞാൻ ആ വഴിയെ പോകുന്നത്, ഒന്ന് വണ്ടി കയറ്, സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. അശ്വിൻ അത് കേട്ട് വളരെ സന്തോഷത്തോടെ അവനെ നോക്കി. ഡാഡിയാണോ ഇന്ന് കൊണ്ടുവിടാൻ വരുന്നേ? അശ്വിൻ ചോദിച്ചു. അതേ മോനെ, സിദ്ധാർത്ഥ് ചിരിയോടെ അവനോട് പറഞ്ഞു. ഈയിടെയായി അശ്വിൻ ഡാഡി ഡാഡി എന്ന് വിളിച്ച്
സിദ്ധാർത്ഥിന് അവൻ തന്റെ മകനാണെന്ന് തോന്നി തുടങ്ങിയിരുന്നു. അവനോട് സിദ്ധാർത്ഥിന് അതിയായ വാത്സല്യവുമുണ്ട്. അവനെന്തെങ്കിലും സംഭവിക്കുന്നത് സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അശ്വിൻ ആരുമില്ലാത്ത കുട്ടിയല്ല. സ്കൂളിൽ അതുകൊണ്ട് കൂടിയാണ് സിദ്ധാർത്ഥ് ഒപ്പം ചെല്ലാമെന്ന് പറഞ്ഞത്. അശ്വിനും നീലിമയും സിദ്ധാർത്ഥിനൊപ്പം കാറിൽ കയറി. മല്ലിക അശ്വിന് കഴിക്കാനുള്ള ഭക്ഷണം പാക്ക് ചെയ്തു കൊടുത്തു. അവർ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. അശ്വിൻ കാറിൽ നിന്നിറങ്ങി. ഒപ്പം നീലിമയും. അച്ചു, ആരെങ്കിലും മോനെ ഉപദ്രവിക്കാൻ നോക്കിയാൽ എന്നോട് വന്ന് പറയണം കേട്ടോ. നമുക്ക് അവരെയൊക്കെ ഇടിച്ച് ശരിയാക്കാം. സിദ്ധാർത്ഥ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു. അശ്വിൻ അത് കേട്ട് വളരെ സന്തോഷമായി. അവൻ ഓടി വന്ന് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട നീലിമ സിദ്ധാർത്ഥിനെ അസൂയയോടെ നോക്കി. ഇവൻ സ്വന്തം അച്ഛനെ പോലെയാണല്ലോ ഇവൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നേ. ഷെടാ, അമ്മയായി എനിക്ക് ഒരു വിലയില്ല, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ നോക്കി. അവൾ വല്ലാത്ത ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട അവന് ചിരി പൊട്ടി. സിദ്ധാർത്ഥ് അശ്വിന്റെ കവിളിൽ ഉമ്മ കൊടുത്തു. അശ്വിൻ തിരിച്ചു ഉമ്മ കൊടുത്ത ശേഷം സിദ്ധാർത്ഥിനെ നോക്കി ടാറ്റ കാണിച്ചുകൊണ്ട് നീലിമയോടൊപ്പം നടന്നുപോയി. സിദ്ധാർത്ഥ് കാറെടുക്കാതെ അവിടെ തന്നെ ഇരുന്ന് അവർ പോകുന്നത് നോക്കി. അവന്റെ കണ്ണുകൾ ചുറ്റും നോക്കി ആരെയോ പരതി. അശ്വിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ചെക്കനും അവന്റെ അമ്മയും ഇനി എന്തെങ്കിലും നീലിമയോടോ കുഞ്ഞിനോടോ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് അവരെയാണ് സിദ്ധാർത്ഥ് തിരഞ്ഞത്. നീലിമ സ്കൂളിൽ കയറി ചെന്നു. കോറിഡോറിൽ എതിരെ ഒരാൾ നടന്നു വരുന്നത് അവൾ കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് അവൾ അയാളെ ശ്രദ്ധിക്കുന്നത്. അത് ആദിയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഉടനെ മുഖം തിരിച്ചു നടക്കാനൊരുങ്ങി. അപ്പോൾ ആദി പിറകിൽ നിന്ന് വിളിച്ചു, ഒന്ന് നിന്നേ. ആദിയുടെ മുഖത്ത് നീലിമയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. നീലിമ മനസ്സില്ലാ മനസ്സോടെ തിരിഞ്ഞു നോക്കി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ആദി ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ തുറിച്ചു നോക്കി. മനസ്സിലായില്ല, നീലിമ പറഞ്ഞു. എന്നെയും എന്റെ വീട്ടുകാരെയും തിരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുന്നത് എന്തിനാണെന്നു ആദി വ്യക്തമാക്കി. ആദി പറയാൻ പോകുന്നത് ലക്ഷ്മികയുടെ കാര്യമാണെന്ന് നീലിമ അപ്പോൾ തന്നെ ഊഹിച്ചിരുന്നു. തന്റെ ഊഹം തെറ്റിയില്ലെന്ന് മനസ്സിലായ അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ആദി തുടർന്നു, ആദ്യം നീ അഞ്ജലിയുടെ പിന്നാലെയായിരുന്നു, ഇപ്പൊ എന്റെ പെങ്ങളുടെ നേർക്കാണ് നിന്റെ ചാട്ടം. ഈ പരട്ടച്ചക്കൻ എന്റെ അനന്തരവന്റെ നേർക്ക് വഴക്കിന് ചെന്നെന്ന് കേട്ടല്ലോ. ആദി കലിയോട് ചോദിച്ചു. അശ്വിന് ആദ്യമേ ആദിക്ക് ഇഷ്ടമില്ലെന്ന കാര്യം നീലിമയ്ക്കറിയാം. പെട്ടെന്ന് അശ്വിന് അവൻ അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേ, സൂക്ഷിച്ചു സംസാരിക്കണം. നീ പറയുന്നത് എന്നും കേട്ടു നിൽക്കാൻ ഞാൻ നിന്റെ പഴയ കാമുകി നീലിമയല്ല. നിന്റെ പുന്നാര പെങ്ങൾ ആ പൂതന എന്റെ നേർക്ക് വഴക്കിന് ഇങ്ങോട്ട് വന്നതാണ്, അല്ലാതെ ഞാൻ ചെന്നതല്ല. ഇതൊക്കെ നന്നായി നിനക്കറിയാമെന്നും എനിക്കറിയാം. എന്നാലും നീ കണ്ണടച്ചിരുട്ടാക്കേയുള്ളൂ. സോ നിന്നോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല, നീലിമ പറഞ്ഞു. ആദ്യം അത് കേട്ട് ചോളിപ്പോയി. നീലിമ അത്രയും കടുപ്പിച്ച് സ്കൂളിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കില്ലെന്ന് കരുതിയാണ് അവൻ അവളോട് സംസാരിക്കാൻ ചെന്നത്. പക്ഷെ നടന്നത് നേരെ മറിച്ചാണ്. നീലിമ പറഞ്ഞതെല്ലാം മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും കേൾക്കുന്നുണ്ടായിരുന്നു. ആദിക്ക് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. ദേ നീലിമ, നീ എപ്പോഴും ഇങ്ങനെയാ. നീ ആയിട്ട് തെറ്റെല്ലാം ചെയ്തു കൂട്ടും, എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റമേൽപ്പിക്കും. ഒരു മാറ്റവുമില്ല അതിന് ഇപ്പോഴും, ആദി പറഞ്ഞു. ഇതെല്ലാം അല്പം മാറി നിന്ന് സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു. ആ സാഹചര്യം തനിച്ച് നീലിമ ഹാൻഡിൽ ചെയ്യുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇടപെടാതെ മാറിയിരുന്നത്. ആദി സംസാരിക്കുന്നത് കണ്ടപ്പോൾ രശ്മിക അവിടേക്ക് വന്നു. ഒപ്പം അവളുടെ മകനും ഉണ്ടായിരുന്നു. ഇവന് സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. നിന്റെ ചെക്കൻ എന്തൊക്കെയാ പറഞ്ഞേ? ഇവൻ അവനെ തള്ളിയിട്ടത്രേ. നീലിമ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് ഇവന്റെ ഭാവി തകർക്കാൻ ശ്രമിക്കാൻ പാടില്ലായിരുന്നു. അല്പം അന്തസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആദി രശ്മികയുടെ മകനെ നോക്കി നീലിമയോട് പറഞ്ഞു. നീലിമ മറുപടി പറഞ്ഞില്ല. ഇതെല്ലാം കേട്ടു നിന്ന രശ്മിക പുച്ഛത്തോടെ ചിരിച്ചു. ഇവൾക്കതിന് അന്തസ്സുണ്ടെങ്കിലല്ലേ നീ എന്തിനാ ഇല്ലാത്തത് പ്രതീക്ഷിക്കാൻ പോകുന്നത് ആദി? രശ്മിക നീലിമയെ പരിഹസിച്ചു പറഞ്ഞു. സിദ്ധാർത്ഥ് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഉടനെ ഫോൺ എടുത്ത് അസിസ്റ്റന്റിനെ വിളിച്ചു. വിത്തിൻ സെക്കൻഡ് ആ പ്രിൻസിപ്പൽ സ്കൂളിന് മുന്നിലേക്ക് വന്നിരിക്കണം. ഇവിടെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അയാൾ വന്നില്ലെങ്കിൽ ഞാൻ ചെന്നിടപെടാന്ന് പറഞ്ഞേക്ക്. പിന്നെ അയാളുടെ സീറ്റ് ഇവിടെ കാണില്ല. സിദ്ധാർത്ഥ് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ഉടനെ അസിസ്റ്റന്റ് പ്രിൻസിപ്പലിനെ വിളിച്ചു പറഞ്ഞു. സ്കൂളിൽ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതിരുന്ന പ്രിൻസിപ്പൽ ഉടനെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ നീലിമയോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു രശ്മിക. എന്തിവിടെ? പ്രിൻസിപ്പൽ ചോദിച്ചു. അയാളെ അവിടെ കണ്ട രശ്മിക ഒന്ന് പതറി. എങ്കിലും അവൾ ഉടനെ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഒരു കാര്യവുമില്ലാതെ ഈ പെണ്ണ് ഞങ്ങളോട് വീണ്ടും വഴക്കിന് വരിക. രശ്മിക പറഞ്ഞത് കേട്ട പ്രിൻസിപ്പൽ അവളെ രൂക്ഷമായി നോക്കി. സിദ്ധാർത്ഥിന്റെ ആളാണ് നീലിമ. അവളെ ഒരു കാരണവശാലും പിണക്കാൻ പാടില്ല. മുമ്പായിരുന്നെങ്കിൽ രശ്മികയുടെ സ്വാധീനം ഭയന്ന് അയാൾ ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കാൻ നിൽക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സിദ്ധാർത്ഥ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. ഇനി തെറ്റും ശരിയും ഒന്നും നോക്കാനില്ല. നീലിമയോടൊപ്പം നിൽക്കുകയല്ലാതെ അയാൾക്ക് വേറെ വഴിയില്ല. നോക്കൂ മേഡം, ഇവര് നിങ്ങളെ വെറുതെ വന്ന് വഴക്കു പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവ് കാണിക്കൂ, ചുമ്മാ ഓരോന്നും പറയാതെ, പ്രിൻസിപ്പൽ പറഞ്ഞു. എടോ, തന്നോട് ഞാനൊന്ന് പറഞ്ഞതല്ലേ, ഇവളെയും ഈ ചെക്കനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ. ഇവള് തനി കൂതറയാ. ഇവളെപ്പോലെയുള്ള ഒരുത്തിയും ഇതുപോലെ കള്ളം മാത്രം പറയുന്ന ഒരു ചെക്കനും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റു കുട്ടികളുടെ ഭാവി എന്താവും?
രശ്മിക ചോദിച്ചു. അത് കേട്ട് മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ നീലിമയെ സംശയത്തോടെ നോക്കി. അപ്പോൾ പ്രിൻസിപ്പൽ ചോദിച്ചു, അശ്വിനെ നിങ്ങളുടെ മകൻ തള്ളിയിട്ടു എന്ന് പറഞ്ഞതാണോ കള്ളം? അയാൾ ചോദിച്ചത് കേട്ട് രശ്മിക ഒന്ന് പതറിയെങ്കിലും അവൾ പറഞ്ഞു, ആ അതെ, എന്താ സംശയമുണ്ടോ? രശ്മിക ചോദിച്ചു, ഹേയ് സംശയമില്ല, സത്യങ്ങൾ വ്യക്തമായി എനിക്കറിയാം. എന്നാലും ഈ കൂടിയിരിക്കുന്ന ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ചോദിച്ചതാ. പ്രിൻസിപ്പൽ പറഞ്ഞു. അത് കേട്ട് രശ്മിക പരിഭ്രമത്തോടെ അയാളെ നോക്കി. ഞാനൊരു വീഡിയോ കാണിക്കാം, അത് കണ്ടിട്ട് തീരുമാനിക്കാം ഈ സ്കൂളിൽ ആര് വേണമെന്ന്. പ്രിൻസിപ്പൽ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു. മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അശ്വിനെ രശ്മികയുടെ മകൻ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്ന് വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമായി. രശ്മിക നിന്ന് വിയർത്തു. ആദിക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നീലിമ അശ്വിനെ തന്നോട് ചേർത്ത് നിർത്തി പുഞ്ചിരിച്ചു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ രശ്മിക? നീലിമ ചോദിച്ചു. ആകെ നാണം കെട്ടതുപോലെ തോന്നിയ രശ്മിക പ്രിൻസിപ്പളിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. താൻ അവളുടെ കാര്യത്തിനൊക്കെ വല്ലാണ്ട് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ. മാമപ്പണിയാണോ തനിക്ക്? എന്താണ് അതിനുള്ള പ്രതിഫലം? രശ്മിക അർത്ഥം വെച്ച് ചോദിച്ചു. അത് കേട്ട് മറ്റു രക്ഷിതാക്കൾ നെറ്റി ചുളിച്ചു. അത്ര വൃത്തികെട്ട ഭാഷയിൽ രശ്മിക സംസാരിച്ചത് ആർക്കും ഇഷ്ടമായില്ല. പ്രിൻസിപ്പളിന് അത് കേട്ട് നല്ല ദേഷ്യം വന്നു. അയാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, സൂക്ഷിച്ച് സംസാരിക്കണം. പോട്ടെ സാർ, ആ സ്ത്രീക്ക് പുറമെ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ, സംസ്കാരം തീരെയില്ല. നീലിമ പറഞ്ഞത് കേട്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും ചിരിച്ചു. അവൾ അത്ര രൂക്ഷമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനും ചിരി വന്നു. അവൻ കാറിലിരുന്ന് അവിടെ തന്നെ നോക്കി.